ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിലിരുന്നാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഒന്ന് രണ്ട് ആവശ്യങ്ങളായിട്ട് ഞാൻ നാട്ടിലായതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കുറച്ച് അത്യാവശ്യ കാര്യത്തിൽ ഞാൻ വരേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്റെ ഫേസ് ഒന്നും നിങ്ങൾ ഇത് കാണുന്നില്ല. ഇടയ്ക്കിടെ ചില ഡിസ്റ്റർബൻസ് സൗണ്ട് ഒക്കെ വരും. കാരണം ഞാൻ എന്റെ നാട്ടില് വില്ലേജിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും അതൊന്ന് സദയം ക്ഷമിക്കുക. ഇപ്പൊ ഞാൻ ഈ നമ്മളെ ഈ തമിഴിൽ പറഞ്ഞൊരു കാര്യം സത്യം പറഞ്ഞാൽ കറക്റ്റ് ആണ്. അതായത് മാർക്കറ്റില് ഓപ്ഷൻസ് മാർക്കറ്റ് ഡെഡ് ആണ്, ലിക്വിഡിറ്റി കുറവാണ്. ആദ്യം ഒരു മൂവ്മെന്റ് തരുന്നു, പിന്നെ അതിനുശേഷം മാർക്കറ്റിൽ ആ മൂവ്മെന്റ് വരുന്നില്ല പറഞ്ഞത് അക്ഷരം പ്രതി കറക്റ്റ് ആണ്. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആദ്യത്തെ ഒരു മണിക്കൂറിൽ സംഭവിച്ച മൂവ്മെന്റ് ആണ്. ഏകദേശം ആദ്യത്തെ ഒരു മണിക്കൂർ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ഏകദേശം 24,000 ഭാഗത്തേക്ക് വന്നു. ഏകദേശം 130 പോയിന്റ് ഒറ്റയടിക്ക് താഴേക്ക് ഇറങ്ങിയത് ഫ്യൂച്ചറിന്റെ ചാർട്ടാണ്, ഓർഡർ ഫ്ലോ ചാർട്ടാണ്. സോ അത് ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. പിന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് താഴേക്ക് വന്നെങ്കിൽ കൂടെ ഏകദേശം ആദ്യത്തെ ഒരു മണിക്കൂറിന്റെ ലോവർ ലെവൽ സ്ട്രക്ചറിന്റെ ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റി ബാക്കിയുള്ള സമയം മൊത്തം കിടന്ന് കളിച്ച് അവിടെ തന്നെ ക്ലോസ് ആയപ്പോൾ. ചുരുക്കി പറഞ്ഞാൽ മൂവ്മെന്റ് സംഭവിക്കുന്ന അത്രയും ആദ്യത്തെ വൺ അവർ, അതായത് ഓപ്പൺ റേഞ്ച് അല്ലെങ്കിൽ ഇനീഷ്യൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഇനീഷ്യൽ ബാലൻസ് ടൈമിൽ മൂവ്മെന്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷം മാർക്കറ്റിൽ പിന്നെ അങ്ങോട്ടൊരു മൂവ്മെന്റും വരുന്നില്ല, ഒരിടത്തും പോവാതെ അവിടെ തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ച് എൻഡ് ആയി പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ മാർക്കറ്റ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ബുധനാഴ്ച 8-ാം തീയതി സംഭവിച്ച ഒരു മൂവ്മെന്റ് ആണ്. ഒറ്റയടിക്ക് ഒരു പീസ് ഡീൽ ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ മാർക്കറ്റിൽ മൂവ് സംഭവിച്ചു. അതിനുശേഷം ഒറ്റയടിക്ക് ഡെയിലി വോളിയം കണ്ടോ 56,000 ലോട്ട്, 45,000 ലോട്ട്, 46 ലോട്ട്, 49 ലോട്ട്, 44 ലോട്ട്, 47 ലോട്ട്, അങ്ങനെ വോളിയം പകുതിയായിട്ട് കുറഞ്ഞു. പിന്നെ വീണ്ടും ഒരു കഴിഞ്ഞ ഫ്രൈഡേയില് എന്തോ ഒരു സംഭവിക്കാൻ പോകുന്നു, ഡീലൊക്കെ ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം 82,000 ലോട്ട് വോളിയം നടന്നു. പിറ്റേ ദിവസം വീണ്ടും വോളിയം പകുതിയായി കുറഞ്ഞ 46, 43, 44. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ബിഗസ്റ്റ് മൂവ്മെന്റ് വരുന്നു, മാർക്കറ്റ് അതിനകത്ത് കിടന്ന് കളിക്കുന്നു. വീണ്ടും ഒരു ബിഗസ്റ്റ് മൂവ്മെന്റ് വരുന്നു, മാർക്കറ്റ് അതിൽ തന്നെ കിടന്ന് കളിക്കുന്നു. അങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത്. ലിക്വിഡിറ്റി ഓപ്ഷൻ മാർക്കറ്റിൽ ഇല്ല, ഈവൻ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല. പിന്നെ എങ്ങനെ ഓപ്ഷൻ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വരും? മൂവ്മെന്റ് ഒട്ടും ഇല്ല, മാർക്കറ്റിൽ വോളിയവും ഇല്ല. ഈ 44,000 ലോട്ട്, 45,000 ലോട്ട് എന്ന് പറഞ്ഞാൽ വളരെ പതറ്റിക് ആയിട്ട് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ പല ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സ്റ്റോക്ക് ബ്രോക്കിങ്ങിന്റെ അവര് NSEക്കും സെബിക്കും എല്ലാം കംപ്ലൈന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്ത് പറ്റി? വോളിയം ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വോളിയം നല്ല രീതിക്ക് വോളിയം വന്നുകൊണ്ട് മാർക്കറ്റ് വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അവർക്ക് ബ്രോക്കറേജ് കിട്ടിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ട്രേഡബിൾ ആൾക്കാരില്ല. സോ മറ്റു ബ്രോക്കറേജ് കുറയുമ്പോൾ എന്ത് പറ്റും? ഗവൺമെന്റ് കിട്ടുന്ന ടാക്സും കുറയും. ട്രേഡ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കൽ ഗവൺമെന്റിനും വരും. ഗവൺമെന്റ് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ വിജയിച്ചു മെയിൻ ജിത് എന്നൊരു അവസ്ഥയിലാണ് ഗവൺമെന്റ് പോകുന്നത്. പക്ഷെ ആക്ച്വലി നമ്മളെ മാർക്കറ്റിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു രീതിയാണ് കൃത്യമായി കടന്നു പോക്കുന്നത്. വളരെ പതറ്റിക് ആയിട്ട് ലോളത്തിലൂടെ മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഇനി നോക്കേണ്ട കാര്യം ഞാൻ ഇനി നിങ്ങൾക്ക് ഏത് വരച്ച് കാണിച്ചു തരാം, നമ്മളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിലെ സ്ട്രക്ചർ വരച്ച് കാണിച്ചു തരാം. സോ ലെവൽ ട്രേഡിങ്ങിന് അങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. മാർക്കറ്റ് ആ റേഞ്ചിൽ നിന്ന് മാറാത്തതുകൊണ്ട് ഞാൻ ലെവൽ ട്രേഡിങ്ങിന്റെ ടാർഗറ്റ് ഒന്നും വരച്ചു വെച്ചിട്ടില്ല. സോ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഒരു റേഞ്ച് തന്നെ കിടന്ന് കളിക്കുകയാണ്. ഈ ഒരു റേഞ്ചാണ് ഇപ്പോഴും കിടന്ന് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഈ സമയം നോക്കണ സമയത്ത് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി വീണ്ടും ഒരു 50 പോയിന്റ് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കുള്ള നിഫ്റ്റി 980യുടെ ഭാഗത്ത് കിടന്ന മാർക്കറ്റ് വീണ്ടും ഇറങ്ങി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ പുതിയൊരു ഹൈ അടിച്ചു. പുതിയല്ല, ഇന്നത്തെ ഡേ ഹൈ ക്രൂഡ് ഓയിൽ അടിച്ചു. ഇടയ്ക്ക് 860 വന്ന് തിരിച്ച് വീണ്ടും കയറി 840 ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിലൊരു ബൈയിങ് മൊമെന്റം ഇല്ല, സെല്ലിംഗ് മൊമെന്റം തന്നെ മാർക്കറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് കൃത്യമായിട്ട് നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ഷോർട്സ് മാർക്കറ്റിലുണ്ട്. 24,019 ഭാഗത്തേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സ്പോട്ടിനെ കാട്ടിയും കുറച്ച് റേറ്റിലാണ് ഫ്യൂച്ചർ നിൽക്കുന്നത്. ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. 24,019 ആണ് POC. അപ്പൊ ഞാൻ ആദ്യം ഈ POC താഴേക്ക് കൊണ്ടുവരാം. 24,019 ഭാഗത്തേക്ക് ആ POC ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇതാണ് ബെയറിഷ് റെഫറൻസ്. 23,000
950 ആണ് ഞാൻ ബെയറിഷ് അതാണ് 23,950 ഞാൻ ബെയറിഷ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് പൊട്ടിയാൽ മാർക്കറ്റ് ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് 23,890 23,890 ഭാഗം 23,890 ഭാഗത്തേക്ക് ഫസ്റ്റ് അവിടെയാണ് വരുന്നത്. സെക്കൻഡ് അത് പൊട്ടിയാൽ അടുത്തത് വരുന്നത് എത്രയാണ് 800 ഈ ഭാഗം 844 എത്രയാണ് 23,844 24,844 ഭാഗത്തേക്ക് 23,844 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ലോ 23,790 ഇത്രയാണ് തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,790 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് 23,790 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് 23,950 പൊട്ടിയാൽ വരും. ഇനി ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? ഞാൻ ബുള്ളിഷ് റെഫറൻസ് എടുക്കുന്നത് 24,134 മുകളിലാണ്. എത്രയാണ് 24,134 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? 23,186 24,180 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ അടുത്ത് നിൽക്കുമ്പോൾ 24,250 ഭാഗത്ത് എത്രയാണ് 24,250 ഭാഗത്ത് 24,250 ഭാഗത്തേക്ക് വരാം. അതിനു മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് 24,300 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവലുകൾ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ ഒരു റെഫറൻസ് ലെവലിന് മുകളിലോ താഴെയോ വന്നാൽ മാത്രമേ ഞാൻ ഇനി ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഈ ലെവൽ തന്നെ ഇങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ ലോവർ ലെവൽ കിട്ടുകയാണെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് വരാനുള്ള ചാൻസ് നമ്മുടെ മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ഒരു റേഞ്ച് പൊട്ടി ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്, ബി ഷേപ്ഡ് ആണ്. 57,127 ഭാഗത്തേക്കാണ് പി ഒ സി 57,127 ഭാഗത്തേക്കാണ് പി ഒ സി നിൽക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ആ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തു. 57,000 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റി 57,000 എന്ന് പറഞ്ഞാൽ ബിഗർ റൗണ്ട് നമ്പർ പൊട്ടിയാൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ബാങ്ക് നിഫ്റ്റിക്ക് ശ്രദ്ധിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരും? 57,000. നമ്മളിപ്പോ ഈ ലെവൽ നോക്കിയാൽ നമുക്കറിയാം ഈ ഒരു നമ്മൾ 6 അവിടെ ആയിരുന്നു, എസ് ഉണ്ടായിരുന്നു. 57,000 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതൊന്നും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചല്ലോ. സെല്ലിങ് 57,000 പൊട്ടിയാൽ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 56,872 എത്രയാണ് 56,856 872 ഭാഗത്തേക്ക് പോവാം. സെക്കൻഡ് ടാർഗറ്റ് 56,700 56,700 സെക്കൻഡ് ടാർഗറ്റ് 56,700 ഭാഗത്തേക്ക് വരാം. തേർഡ് എന്ന് പറയുമ്പോൾ 56,506 എത്രയാണ്? തേർഡ് എന്ന് പറയുമ്പോൾ 56,506 ആണ്. ശരിക്കും പറഞ്ഞാൽ 57,000 പൊട്ടുകയാണെങ്കിൽ 56,506 വരെ ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് വരും. ഇനി 57,400 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അത്രയും 57,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും പഴയ റേഞ്ചിന്റെ ഭാഗത്തേക്ക് പോവും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 57,689 എത്രയാണ് 57,689 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 57,800 എത്രയാണ് 57,800 ഭാഗത്തേക്ക് വരാം. തേർഡ് 58,000 എന്ന് പറഞ്ഞ ആ ഒരു ബിഗ് റൗണ്ട് ഭാഗത്തേക്ക് 57,965. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 57,500 പൊട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. 57,000 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴേക്ക് അടിച്ച് 56,500 വരെ വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഓവറോൾ സ്ട്രക്ചർ ഇങ്ങനെയാണ്. കൃത്യമായിട്ട് ഒന്ന് വാച്ച് ചെയ്തിട്ട് വേണ്ടി വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനി മിഡ് ക്യാപ്പ് കുറച്ചൊന്ന് ആ റേഞ്ച് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ്ലി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്, ബി ഷേപ്ഡ് പ്രൊഫൈൽ ആണ്. 14,669 ആണ് പി ഒ സി. എത്രയാണ് 14,669 ആണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ 14,600 താഴെ മാത്രമേ സെല്ലിംഗ്. അതാണ് 14,600 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. 600 ആണ് നമ്മളെ ബെയറിഷ് റെഫറൻസ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,555 എത്രയാണ് 14,555 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,500 എത്രയാണ് 14,500 ഭാഗത്തേക്ക് വരാനും. തേർഡ് 14,455 എത്രയാണ്
14,455. ഇതാണ് താഴേക്കുള്ള മിഡ് ക്യാപ്പിന്റെ ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. ഇനി അപ്വേർഡ് എന്ന് പറയുമ്പോൾ അപ്വേർഡ് ആയി തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ 14,720 മുകളിൽ മാത്രമേ ഞാൻ ബൈ എടുക്കൂ. അതാണ് 14,720 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 14,760 ഭാഗത്ത്, എത്രയാണ് 14,760 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 14,800 ഭാഗത്തേക്ക് വരാം. അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,845, അതാണ് 14,845 മുകളിലേക്ക് വരാം. ഇതാണ് ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവല്. കൃത്യമായ ബാങ്ക് നിഫ്റ്റിയിലെ മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവൽ. ചുരുക്കി പറഞ്ഞ ഈ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 57,000, നിഫ്റ്റിയെ സംബന്ധിച്ച് 23,950, മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 14,600 ഇമ്പോർട്ടന്റ് റെഫറൻസ് ലെവലാണ് നാളത്തേക്ക് വേണ്ടിയിട്ട്. ഇത് പൊട്ടുകയാണെങ്കിൽ ഹെവി സെൽ ഓഫ് വന്ന് മാർക്കറ്റ് താഴേക്ക് അടിച്ചു പോകാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് മാസം, അതായത് ജൂലൈ എൻഡിന് നമ്മൾ പുതിയൊരു മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെന്ററിംഗ് ബാച്ച് ആണ്. ലൈവ് ട്രേഡിംഗ് ആണ്. ലൈവ് ഞാൻ എടുക്കുന്ന ട്രേഡ്സുകൾ നമുക്ക് പറയാം, ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, മാർക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാം, സൈക്കോളജിയെ ക്ലിയർ ആക്കാം. അത് ഞാൻ ആ ട്രേഡ് പഠിപ്പിച്ചല്ല, പകരം മാർക്കറ്റിൽ എങ്ങനെ വന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണം, ആ ഒരു രീതിക്ക് നമുക്ക് മാർക്കറ്റിൽ കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള ഹെൽപ്പ്, എല്ലാവിധ ഹെൽപ്പും ഞാൻ തരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.